ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഔട്ടിങ് പോവാണ്. എല്ലാവരും കേട്ടിട്ടുള്ള സ്ഥലമാണ് അഴീക്കൽ. അപ്പോൾ പാമ്പാക്കുട അഴീക്കലാണ് ഇന്ന് പോണത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നാളെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പോയിട്ടില്ലാന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ ചേട്ടായിനെയും കൂടി പിക്കാനുണ്ടായിരുന്നു. ചേട്ടായി 2 വീലറിനാണ്, ഞങ്ങൾ കാറിനാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ച്. അപ്പോൾ പിന്നെ ഞാൻ കാറിൽ നിന്ന് ചാടി 2 വീലറിലോട്ട് കയറി. ചേട്ടായുടെ കൂടെയായിരുന്നു പിന്നെ പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത്ര സന്തോഷം ഉണ്ടായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ 8-ന് പണി കിട്ടി, നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടായുള്ളൂ, പക്ഷേ നല്ല വെള്ളമുള്ള മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും വണ്ടിയൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടായി, എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ചേട്ടനെ ഞാൻ ഇതുവരെ ഒറ്റ വീഡിയോയിലും കാണിച്ചിട്ടില്ല. പിന്നെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല വെയിലും വരാൻ തുടങ്ങി. മഴ അങ്ങോട്ട് മാറി അതിൻ്റെ പുറകെ തന്നെ നല്ല വെയിൽ. അപ്പോൾ പിന്നെ കൈയൊക്കെ പൊള്ളാൻ തുടങ്ങി. സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അവർ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കാണാനും നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. എല്ലാം നല്ല പച്ചപ്പും പുൽമേടും ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് കൊച്ചരീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അരീക്കലും തന്നെ കുറച്ചും കൂടെ പോയി കഴിയുമ്പോഴാണ് ഈ കൊച്ചരീക്കലുള്ളത്. കൊച്ചരീക്കൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അരീക്കലിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം കൊച്ചരീക്കലിലോട്ട് ഇറങ്ങാനുള്ള മെയിനായിട്ടുള്ള വഴി ഇതൊന്നുമല്ല കേട്ടോ, അപ്പുറത്ത് വേറെ വഴിയൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഷോർട്ട് കട്ട് എടുത്തതാണ്, പക്ഷേ വേണ്ടായിരുന്നു പിന്നെ തോന്നിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കുത്തനെയുള്ളൊരു വഴിയായിരുന്നത്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ തന്നെ സൈഡിലായിട്ടുള്ള വീട്ടിലെ ചേച്ചിയാണ് പറഞ്ഞത് ഈ വഴി അങ്ങോട്ട് പോയാൽ മതി മക്കളെ എന്ന് പറഞ്ഞു. വലിയ കാര്യത്തിൽ ആ വഴി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തെന്നി കിടക്കുന്ന വഴിയായിരുന്നു. അത് നല്ല കുത്തനെയുള്ള വഴിയാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറ്റുള്ള വഴി കൂടെ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരി പാടാം ഇറങ്ങാനായിട്ട്. പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമേ നേരെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. നല്ല രസമായിരുന്നു ആദ്യമേ വെള്ളത്തിൽ കിടന്ന് കളിക്കണം കാണാനായിട്ട്. ആദ്യമായിട്ടാണ് അവന് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അവന് ഇതുവരെ വെള്ളത്തിലൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളത്തിലും വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുന്നു. കാണാൻ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്, പിന്നെ ഒരു കുളവും പിന്നെ ഒരു ഉറവയുണ്ട് അവിടെ. ആ ഉറവയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളമാണ്, നല്ല ഭംഗിയുള്ള വെള്ളമാണ്, നല്ല കാണാനും നല്ല തെളിഞ്ഞ വെള്ളമാണ്. ആദ്യമേ തല്ലി കളിക്കുന്നുണ്ടായിരുന്നു. തല്ലിക്കളിക്കാൻ മാത്രമല്ല ആദ്യമേ വെള്ളം കുടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുടിക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പുറത്തെ ആ ഉറവയുടെ അവിടെ തന്നെ കുടിക്കാനായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കുടിക്കാവുന്ന വെള്ളമാണെന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു പാത്രമൊക്കെ ഇട്ടിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കുകയും ചെയ്യാം. അത് നമുക്ക് കുടിക്കണതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറും കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചരീക്കലിലോട്ട് വരാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഉണ്ടായിക്കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് അരീക്കലിൽ സ്പേസ് ഉണ്ടാകത്തില്ല. അപ്പോൾ കൊച്ചരീക്കലിലാകുമ്പോൾ ഫുഡും കൂടെ കഴിക്കാമല്ലോ എന്നുള്ള കാര്യം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആദ്യമേ വന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഫുഡ് വന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെങ്ങനെയാണെന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ ഫെസിലിറ്റീസൊന്നും അവിടെ ഇല്ല. നമുക്ക് വേറെ കടകൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തുനിന്ന് പോയി വാങ്ങിക്കാനും കഴിക്കാനൊക്കെ പാടായിരിക്കും. കുറച്ച് ദൂരമൊക്കെ പോകേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുമ്പോൾ നമുക്ക് കഴിക്കാനും നല്ല സുഖമായിരിക്കും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുകയും ചെയ്തു, ഇവിടെ ട്രാവൽസിലൊക്കെ വന്ന ആൾക്കാർ ഇതേപോലെ ഫുഡ് ഉണ്ടായിക്കാറുണ്ട് തന്നെ എന്നൊക്കെ. അങ്ങനെ ഫുഡടിയെല്ലാം കഴിഞ്ഞു, തീറ്റയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ അരീക്കലോട്ട് പോയി പാസ്സൊക്കെ എടുത്തു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മകനെ താണ്ട കിടക്കുന്നു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് ഇറങ്ങി പോകാനായിട്ട്. ഞാൻ ഓർക്കണേ ദൈവമേ ഇത് എവിടം വരെയുള്ള സ്റ്റെപ്പ്, പാതാളത്തിലോട്ടുള്ള സ്റ്റെപ്പാണോ? അത്രയും വേണ്ട സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. കുറേ ഇറങ്ങാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇറങ്ങുന്നതിലല്ല പാട്, കയറാനായിരിക്കും നല്ല പാട്. ഇറങ്ങാൻ നമുക്ക് കുറച്ച് വലിയ കുഴപ്പമില്ല. പക്ഷേ തിന്നിക്കിടക്കുന്ന സ്റ്റെപ്പായിരിക്കും, നമ്മൾ സൂക്ഷിച്ചിറങ്ങണം. അവിടെ പിടിക്കാനുള്ള പിടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ പിടിയിലേക്ക് പിടിച്ചിറങ്ങുന്നതായിരിക്കും പ്രായമായ ആൾക്കാർക്കൊക്കെ നല്ലത്. പിന്നെ ഇരിക്കാനവിടെ സ്ഥലമൊക്കെ ഉണ്ട്, ഇരിക്കാനവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോവാം. അപ്പോൾ പിടിച്ചിറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പറക്കല്ലാണ്, നടുവടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ പണ്ട് കാര്യമില്ല, നല്ല വേദനയുമായിരിക്കും, നല്ല പണിയുമായിരിക്കും. ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട്. പൊക്കത്തു നിന്ന് നല്ല ഒഴുക്കും. ഇതിന് മുമ്പ് ഞങ്ങൾ പോകാനായിട്ടിരുന്നപ്പോഴേക്കും വെള്ളം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് ഞങ്ങൾ പോകാണ്ടിരുന്ന് ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപകട സാധ്യതയൊക്കെ വളരെ കുറവായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. കുട്ടികളായിട്ടൊക്കെ പോകാനായിട്ടാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അവിടെ എല്ലാ ഫെസിലിറ്റീസും തന്നെയുണ്ട്. വാഷ്റൂം ഉണ്ട്, ഡ്രസ്സ് മാറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പോകാനും പറ്റിയ സ്ഥലമാണ് അരീക്കൽ.
വെള്ളത്തിൽ. പിന്നെ ആദ്യമേ നല്ല കളിയായിരുന്നു, വെള്ളത്തിൽ കിടന്നിട്ട് തുള്ളലും ഇഴയലും എന്താണ്ടൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ ഫുൾ ടൈം വെള്ളത്തിലൊന്നും ഇറക്കിയില്ല. അപ്പിച്ചും ചേട്ടൻ ഇറങ്ങാഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കയ്യിലായിരുന്നു ആദ്യമേ എഴുന്നേച്ചത്. പിന്നെ ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫാമിലിയായിട്ടൊക്കെ പോകാനൊക്കെ പറ്റിയ സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരും പോയി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.